എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ആതിരാദീപ്. കഴിഞ്ഞ വീഡിയോയിൽ യൂറിക് ആസിഡ് എന്താണ്, യൂറിക് ആസിഡ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ ഡയറ്റ്, ചില ആയുർവേദ സസ്യങ്ങളെ കുറിച്ചൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി പറഞ്ഞിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ എങ്ങനെയാണ് പുറന്തള്ളേണ്ടത്, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ അനുഭവിക്കുന്ന യൂറിക് ആസിഡ് കാരണം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാനുള്ള ഒരു സിമ്പിൾ ആയുർവേദിക് റെമഡിയാണ്, ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോ. ഇതിനായിട്ടുള്ള പ്രധാന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗോക്ഷൂര അല്ലെങ്കിൽ ഞെരിഞ്ഞിൽ 1 ടേബിൾ സ്പൂൺ, ഉലുവ 1 ടേബിൾ സ്പൂൺ, അയമോദകം 1/4 ടീസ്പൂൺ, അതുപോലെ തന്നെ മഞ്ഞൾ 1/4 ടീസ്പൂൺ. ഇതിൽ ഞെരിഞ്ഞിലും ഉലുവയും നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ട് വെക്കണം. 1 ഗ്ലാസ് വെള്ളത്തിൽ 2 ഗ്ലാസ്സിൽ കുതിർക്കാൻ വെക്കുക. പിറ്റേ ദിവസം ഇത് രണ്ടും എടുത്ത് ഒരു പാത്രത്തിലെടുത്ത് അതിലേക്ക് അജ്വൈനും അല്ലെങ്കിൽ അയമോദകം, മഞ്ഞളും ഇട്ടതിന് ശേഷം തിളപ്പിക്കുക. 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തതെങ്കിൽ 1 ഗ്ലാസ്സായി വറ്റിക്കുക. ഇത് രാവിലെ നേരിയ ചൂടോടെ കുടിക്കാവുന്നതാണ്. 1 ഗ്ലാസ് കുടിക്കാവുന്നതാണ്. ഇതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് ഞെരിഞ്ഞിൽ വളരെ നല്ലൊരു ഡയോറിറ്റിക് ആണ്. ഇത് നമ്മുടെ ശരീരത്തിൽ മൂത്രത്തിന്റെ അളവ് കൂട്ടുകയും അതുപോലെ തന്നെ യൂറിക് ആസിഡ് കൂടുതലായിട്ടുണ്ടാക്കുന്ന യൂറിക് ആസിഡിനെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുവാനും സഹായിക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിൽ വീക്കം കുറയ്ക്കാനും വേദന കുറയ്ക്കാനൊക്കെ വളരെ നല്ലൊരു ഔഷധമാണ്. അടുത്ത ഇൻഗ്രീഡിയന്റ് ഉലുവയാണ്. ഇത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. കൂടുതലായിട്ടുള്ള ഇൻസുലിൻ ലെവൽ യൂറിക് ആസിഡുമായി ബന്ധപ്പെട്ടിരിക്കും. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെ നമുക്ക് യൂറിക് ആസിഡിന്റെ അളവ് ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. അടുത്തത് മഞ്ഞൾ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഇൻഫ്ലമേഷൻ കുറയ്ക്കുവാനും മഞ്ഞൾ വളരെ നല്ലതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആക്റ്റീവ് കോമ്പോണന്റ് കുർക്കുമിൻ നമ്മുടെ ശരീരത്തിലെ നീര് അതുപോലെ ഇൻഫ്ലമേഷൻ ഒക്കെ വളരെ നല്ലതാണ്. ഇത് ആന്റി ഓക്സിഡന്റ് ആണ്, ലിവർ സപ്പോർട്ടും ആണ്, നമ്മുടെ ജോയിന്റ് പെയിൻസിനൊക്കെ വളരെ നല്ലതാണ്. എല്ലാ ടൈപ്പ് ഇൻഫ്ലമേഷനും നല്ലതാണ്. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ഉപയോഗിച്ച് നമുക്ക് ബ്ലഡിലെ യൂറിക് ആസിഡ് ലെവൽ കുറയ്ക്കുവാൻ സഹായിക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.